എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പനീർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ രേവതിക്ക് ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ മുതലാളിയുടെ മകളുടെ കല്യാണത്തിന് വലിയൊരു ഓർഡർ കിട്ടിയിരിക്കുകയാണ്, ഒരു വലിയ കൺവെൻഷൻ സെൻറ്ററിൽ. അങ്ങനെ രേവതിക്ക് ആ വലിയൊരു ഓർഡർ കിട്ടുന്നുണ്ട്. അങ്ങനെ അതിന് കുറച്ച് പൈസ ആവശ്യമുണ്ട്. അങ്ങനെ പൂക്കട ചെന്നിട്ട് അതിന് ആ ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്യാനായിട്ട് കുറച്ച് പൂക്കളൊക്കെ വേണം. അങ്ങനെ അദ്ദേഹം പറയുന്നു 5 ലക്ഷം രൂപയെങ്കിലും നമ്മൾ പൂവിന് അഡ്വാൻസ് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. രേവതി ആ കാര്യം വന്ന് വീട്ടിൽ പറയുന്നുണ്ട്. വീട്ടിൽ പറയുന്ന സമയത്ത് സച്ചി പറയും, പെട്ടെന്ന് എവിടുന്ന രേവതി നമ്മൾ അത്രയും കാശ് ഒപ്പിക്കുന്നത്? നമ്മുടെ കയ്യിൽ ഇപ്പോൾ 2 ലക്ഷം രൂപ ഓൾറെഡി ഉണ്ട്, ബാക്കി 3 ലക്ഷം രൂപയും കൂടി വേണമെന്ന് പറയും. അപ്പോൾ രവീന്ദ്രൻ പറയും, ഒരു കാര്യം ചെയ്യാം, നമ്മുടെ വീടിൻ്റെ പ്രമാണം എന്തായാലും ലോൺ ഇരിക്കുമല്ലോ, നമുക്ക് അതിനകത്ത് 2 ലക്ഷം രൂപയും കൂടി കൂട്ടി മേടിക്കാമെന്ന് പറയുമ്പോൾ അത് ചന്ദ്രമതി സമ്മതിക്കത്തില്ല. ചന്ദ്രമതി പറയും, ഞാനും കൂടി ഒപ്പിട്ടെങ്കിലല്ലേ ലോൺ കിട്ടത്തുള്ളൂ. അങ്ങനെ ഇവൾക്ക് ബിസിനസ്സുകാരിയാവാൻ വേണ്ടി എൻ്റെ വസ്തുവിന് മേൽ കടം മേടിച്ച് കൊടുക്കേണ്ട കാര്യമില്ല, പിന്നെ ഞാൻ കടക്കാരിയാവണമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ രേവതി പറയും, അമ്മ എനിക്ക് കാശൊന്നും തരണ്ടെന്ന് പറയും. അതിനുശേഷം സച്ചി പറയും, ഒരു കാര്യം ചെയ്യാൻ രേവതി, നമുക്ക് അച്ചമ്മയോട് ചോദിക്കാം. അത് വേണ്ട, അച്ചമ്മയ്ക്ക് അത് പെട്ടെന്ന് വിഷമാവും, കേൾക്കുമ്പോൾ പൈസ ഒപ്പിച്ച് തരാൻ പറ്റില്ലെങ്കിൽ അത് സങ്കടമാവും, അത് വേണ്ടെന്ന് പറയും. അപ്പോൾ രേവതി പറഞ്ഞു, നമുക്ക് ലോൺ എടുക്കാൻ സച്ചിയേട്ടാ, ലോണൊക്കെ എടുക്കുന്നത് താമസമില്ലയോ, 2 ദിവസത്തിനുള്ളിൽ പൈസ കൊടുക്കണ്ടാവെന്ന് പറയും. അങ്ങനെ രേവതിയും സച്ചിയും വിഷമിച്ചിരിക്കാൻ എത്രയും പെട്ടെന്ന് പൈസ കൊടുക്കണം. പോരാന്നുണ്ടെങ്കിൽ ഹേമ ആ ഓർഡർ കൈയടക്കാൻ ശ്രമിക്കുകയാണ്. അഡ്വാൻസ് കൊടുക്കാൻ പൈസയെല്ലാം നിറഞ്ഞു കഴിഞ്ഞാൽ ഹേമ തന്നെ ആ ഓർഡർ കൈയടക്കുകയും ചെയ്യും. 8.25 ലക്ഷം രൂപയുടെ ഒരു വലിയ ഓർഡറാണ്. രേവതിക്ക് ഒരു മുന്നേറാനൊരു അവസരമാണിത്. ആ സമയം തന്നെ ഹേമയും ചന്ദ്രമതിയും തമ്മിൽ ഫോൺ നമ്പറൊക്കെ കൈമാറുന്നുണ്ട്. രേവതി വളരാൻ ഹേമ അനുവദിക്കത്തില്ല. അതുപോലെ തന്നെ ചന്ദ്രമതി അതിനെന്തെങ്കിലും ഇടങ്കോലിടും. ആ സമയത്താണ് സച്ചിയുടെ വണ്ടിയുടെ ലോൺ അടയ്ക്കുന്ന ഫൈനാൻസിനെ വിളിച്ച് കുറച്ച് കാശ് ചോദിക്കുന്നത്. പക്ഷേ അവിടെയും പെട്ടെന്ന് കാശ് അറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു. അതിനുശേഷം നമ്മുടെ രേവതി നേരെ വരുന്നത് രേവതിയുടെ വീട്ടിലോട്ടാണ്. വീട്ടിൽ വന്ന് അമ്മയടുത്ത് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അമ്മ, എനിക്ക് വലിയൊരു ഓർഡർ കിട്ടി, അപ്പോൾ അതിന് കുറച്ച് പൈസ അറേഞ്ച് ചെയ്യണം, 5 ലക്ഷം രൂപയെങ്കിലും പൂവിന് അഡ്വാൻസ് കൊടുക്കണമെന്ന് പറയുമ്പോൾ, ഇപ്പോൾ എവിടുന്നാ മോളെ അത്രയും കാശ്, അമ്മ വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലോ എന്നൊക്കെ പറയും. അല്ല അമ്മ വിഷമിക്കേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയും. ആ സമയത്താണ് നമ്മുടെ ദേവു അങ്ങോട്ട് വരുന്നത്. ദേവു അങ്ങോട്ട് വന്നിട്ട് ചോദിക്കും, എന്താ ചേച്ചി, അത് മോളെ ഇങ്ങനെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്, അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ചേച്ചി വിഷമിക്കേണ്ട, ചേച്ചിയെ ഞാൻ സഹായിക്കാമെന്ന് പറയും. നീ എവിടുന്നാ സഹായിക്കുന്നത്? അത് ഞാൻ എൻ്റെ കല്യാണ ആവശ്യങ്ങൾക്കായിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി ഞാനൊരു ചിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് പൈസ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ കിടപ്പുണ്ട്. പിന്നെ അല്ലാതെ ഞാൻ ജോലി ചെയ്ത് കുറച്ച് പൈസ സേവ് ചെയ്തിട്ടുണ്ട്, അതും എൻ്റെ അക്കൗണ്ടിൽ ഉണ്ട്. എല്ലാം കൂടി ഒരു 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കാണും. എൻ്റെ കയ്യിൽ 2 ലക്ഷം രൂപ ഉണ്ടെന്ന് പറയും. അപ്പോൾ 4 ലക്ഷം ആയില്ലേ ചേച്ചി, പിന്നെ കുറച്ച് പൈസയുടെ കുറവില്ലേ ഉള്ളൂ, അത് നമുക്ക് എവിടെയെങ്കിലും അറേഞ്ച് ചെയ്യാമെന്ന് പറയും. അതൊന്നും വേണ്ട, ഈ പ്രായത്തിൽ മറ്റുള്ള കുട്ടികൾ അടിച്ചു പൊളിച്ച് നടക്കുകയും ഡ്രസ്സ് അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നീ നിൻ്റെ പൈസ എല്ലാം സേവ് ചെയ്യല്ലേ മോളെ, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി. അതൊന്നും സാരമില്ല, ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി എന്തോരം കഷ്ടപ്പെട്ടതാണ്, അതുകൊണ്ട് ചേച്ചിയെ സഹായിക്കാൻ കിട്ടുന്ന ഒരു അവസരമില്ലേ ഇതിപ്പം പൈസ നമ്മൾ കൊടുത്ത് പൂവിന് അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൈസ തിരിച്ച് കിട്ടുമല്ലോ, അതുകൊണ്ട് എനിക്ക് വിഷമമൊന്നും ഇല്ലെന്ന് പറയും. ചേച്ചി സങ്കടപ്പെടേണ്ട, ഞാൻ പൈസ എടുത്തു തരാമെന്ന് പറയും. അപ്പോഴും ബാക്കി 1 ലക്ഷം രൂപ ഒപ്പിക്കണമല്ലോ. അങ്ങനെ ദേവുവിൻ്റെ ഫ്രണ്ടിനെ അറിയാവുന്ന ഒരു ഫൈനാൻസറെ കാണാനായിട്ട് ദേവ് ശ്രമിക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ അരുൺ അതുവഴി വരുന്നത്. അപ്പം അരുണിനെ കാണുന്നതും ദേവ് ചോദിക്കും, എവിടെ പോകുന്ന അരുണേട്ടാ, ഞാനിങ്ങനെ ജോലി സംബന്ധമായിട്ട് ഇറങ്ങിയതാണ്. ആ സമയത്ത് നീ എവിടെ പോകുന്നു? ഞാനൊരു ഫൈനാൻസറെ കാണാൻ പോകും. അതെന്തിനാ? അപ്പോൾ രേവതിക്ക് ഓർഡർ കിട്ടിയ കാര്യവും കുറച്ച് പൈസ കൂടി വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയും, വേണ്ട, നിൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന കാശൊന്നും തൽക്കാലം എടുക്കണ്ട, അത് അവിടെ സേവിങ്സ് ആയിട്ട് കിടക്കട്ടെ, നിനക്ക് 3 ലക്ഷം രൂപ ഞാൻ സഹായിക്കാമെന്ന് പറയും. അരുണേട്ടൻ എങ്ങനെ, എൻ്റെ കയ്യിൽ അല്പം സേവിങ്സ് ഒക്കെ ഉണ്ട്, തൽക്കാലം ഈ പൈസ നിൻ്റെ ചേച്ചിക്ക് കൊടുത്തതിന് ശേഷം കാര്യം നടത്താൻ പറയും. അപ്പോൾ ചേച്ചിക്ക് കാശ് കിട്ടുമ്പോൾ ചേച്ചി തിരിച്ചു തരുമെന്ന് പറയും. ആദ്യം ചേച്ചിയുടെ ആവശ്യം നടക്കട്ടെ എന്ന് പറയും. രേവതിയും സച്ചിയാണെന്ന് അറിയാതെയാണ് നമ്മുടെ അരുൺ ഈ സഹായങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അരുണിൻ്റെ കയ്യിലുള്ള 3 ലക്ഷം രൂപ ദേവുവിനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ദേവു ആ കാശ് കൊണ്ടുവന്ന് നമ്മുടെ രേവതിക്ക് കൊടുക്കുന്നുണ്ട്. രേവതിക്ക് വലിയ സന്തോഷമാവും. എന്നാൽ ചേച്ചി, ഇത് 3 ലക്ഷം രൂപയുണ്ട്, ചേച്ചി എത്രയും പെട്ടെന്ന് പൂക്കടയിൽ കൊണ്ട് ചെന്നിട്ട് പൂവിന് അഡ്വാൻസ് കൊടുക്കാൻ പറയുന്നുണ്ട്. ദേവുവിനോടങ്ങ് ഭയങ്കര സന്തോഷമാവും രേവതി സഹായിക്കാൻ പറ്റിയത്. രേവതിക്ക് അങ്ങ് ഭയങ്കര സന്തോഷമാവും, കാരണം ഓർഡർ കൈവിട്ട് പോയിട്ടില്ലല്ലോ. അങ്ങനെ സന്തോഷം കൊണ്ട് വീട്ടിൽ വന്ന് രവീന്ദ്രനോട് സച്ചിയോടും ഒക്കെ പറയുന്നുണ്ട്. അഡ്വാൻസ് കിട്ടിയ കാര്യം, അഡ്വാൻസ് കൊടുക്കാനായിട്ട് 5 ലക്ഷം രൂപ റെഡിയായി, 3 ലക്ഷം രൂപ ദേവു തന്നെന്നും കൂടി പറയുമ്പോഴത്തേക്ക് രേവതിക്ക് അങ്ങ് സന്തോഷമാവും. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറയും, നന്നായി മോളെ, എത്രയും പെട്ടെന്ന് മോള് പൂക്കടയിൽ കൊണ്ടുപോയി അഡ്വാൻസ് കൊടുക്കുക, എന്തായാലും ഈ ഓർഡർ കൈവിട്ട് പോലെന്ന് പറയും. ശരി അച്ഛാന്ന് പറയും. അങ്ങനെ സച്ചിക്കും വലിയ സന്തോഷമാവും. രേവതി ഓടിക്കൊണ്ട് സച്ചിയേട്ടാ, നമുക്ക് പൂക്കടയിൽ കൊടുക്കാനുള്ള കാശ് റെഡിയായെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ കാശ് കൊടുത്തുകൊണ്ട് പെട്ടെന്ന് രേവതി ഓട്ടോയ്ക്കകത്ത് പൂക്കടയിലോട്ട് പോവുകയാണ്. അതിനുശേഷം ഈ കാര്യം അറിയാവുന്ന ഇത് കേൾക്കുന്ന
ചന്ദ്രമതി പെട്ടെന്ന് തന്നെ ഈ കാര്യം വിളിച്ച് നമ്മുടെ ഹേമയെ അറിയിക്കുന്നുണ്ട്. ഹേമയെടുത്ത് പറയും, ഹേമ അവൾക്ക് പൂക്കട കൊടുക്കാനുള്ള 5 ലക്ഷം രൂപ റെഡി ആയിട്ടുണ്ട്. അവൾ ആ പൈസയും കൊണ്ട് പൂക്കടയിലോട്ട് പോയിട്ടുണ്ട്. ആ കാശ് പൂക്കട എത്തല്ലെന്ന് പറയും. നിനക്ക് ഇത് അവളെ തകർക്കാൻ പറ്റിയൊരു അവസരമാണ്, നീ ഇത് ചെയ്യണമെന്ന് പറയും. അതിനുശേഷം ചന്ദ്രമതി ഈ കാര്യം വിളിച്ച് ഭാമയെടുത്തും പറയുന്നുണ്ട്. ഭാമ പറയും, നീ എന്ത് ക്രൂരതയാണ് ചന്ദ്ര കാണിക്കുന്നത്? അവൾ നിൻ്റെ മരുമകളല്ലേ? അവളെൻ്റെ മരുമകളൊന്നും അല്ല. നീ എന്തിനാ ഇങ്ങനെ അവളെ ദ്രോഹിക്കുന്നത്? നിനക്ക് മുമ്പ് അവൾ ശത്രുവായിരുന്നു. ഇപ്പം അവൾ ചെറിയ ചെറിയ ബിസിനസ് ചെയ്ത് അവൾ മുന്നേറിക്കഴിഞ്ഞ് അവൾക്കൊരു വളർച്ച ഉണ്ടായത് നിനക്കും കൂടി ഗുണമുള്ളതല്ലേ എന്ന് പറയും. അവൾക്ക് ലാഭം ഉണ്ടായി, എനിക്കെന്തോ അതുകൊണ്ട് ഗുണം എന്ന് ചന്ദ്ര തിരിച്ച് ഭാമയോട് ചോദിക്കും. എന്തായാലും നീ ഈ കാണിക്കുന്ന തെറ്റാണ്. അവളൊരു പാവം പിടിച്ച വീട് പെൺകുട്ടിയല്ലേ, എങ്ങനെയെങ്കിലും അവളൊന്ന് വളർന്നു വരാൻ ശ്രമിക്കുമ്പോൾ നീ എന്തിനാ അതിനെ തടയിടുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭാമ ചന്ദ്ര കുറ്റപ്പെടുന്നുണ്ട്. പക്ഷേ ചന്ദ്രയ്ക്ക് അതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഭാമ പണ്ടോട്ടെ സച്ചിയുടെയും രേവതിയുടെ സൈതാന്നുള്ള കാര്യം ചന്ദ്രയ്ക്ക് അറിയാം. അതുകൊണ്ട് ഭാമ പറയുന്നതൊന്നും ചന്ദ്ര മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. ഈ സമയത്ത് ഹേമ അയക്കുന്ന 2 ഗുണ്ടകൾ അവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പൂക്കട എത്തുന്നതിന് മുമ്പ് തന്നെ രേവതിയുടെ കയ്യിരിക്കുന്ന പൈസ തട്ടിപ്പറിക്കണമെന്ന് കരുതി അങ്ങനെ കടയെത്താറാകുമ്പോഴത്തേക്ക് ഓട്ടോ നിർത്തി നമ്മുടെ രേവതി കാശ് കൊടുത്തുകൊണ്ട് പൂക്കടയിലോട്ട് വരാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് ഭാമയും മറിഞ്ഞു നിൽക്കുന്ന ആൾക്കാരും കൂടി ചേർന്ന് രേവതിയുടെ കയ്യിരിക്കുന്ന കാശ് തട്ടിപ്പറിക്കാണ്. രേവതി പിന്തുടർന്ന് പിടിക്കാൻ ശ്രമിക്കുന്നെങ്കിലും അവരെ പൈസയും കൊണ്ട് കടന്നു കളയാൻ ശ്രമിക്കുകയാണ്. ആ സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് അവിടെ നടക്കുന്നത്. നമ്മുടെ അച്ചമ്മ അവിടെ ഓപ്പോസിറ്റ് വരുന്നുണ്ട്. അച്ചമ്മ മാത്രമല്ല, നമ്മുടെ ഈച്ചയും ഉണ്ട്. അങ്ങനെ അച്ചമ്മയും ഈച്ചയും കൂടി നേരെ ചന്ദ്രോദയത്തിലോട്ട് വരാൻ തുടങ്ങുന്ന സമയത്താണ് ഈ ഒരു ഇൻസിഡൻറ്റ് അവിടെ ഉണ്ടാവുന്നത്. ആ സമയത്ത് തന്നെ നമ്മുടെ അച്ചമ്മ ആ കള്ളന്മാരെ പിടികൂടുകയും നമ്മുടെ രേവതിക്ക് മോഷ്ടിച്ച പൈസ തിരികെ മേടിച്ച് കൊടുക്കുകയും ചെയ്യുവാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ചെമ്പണ്ണിപ്പൂവിൽ നാളെ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.